ഡൽഹിയിലെ തമിഴ്നാട് ഹൗസിൽ ബോംബ് ഭീഷണി. ഹൗസിൽ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ച ശേഷം പോലീസ് പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, എപ്പോഴാണ് ഈ ഒരു ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? 9:30 മണിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച് ബോംബ് ഭീഷണി ഇമെയിൽ ലഭിക്കുന്നത്. 10:30 മണിയോട് തന്നെ ഇത് സംബന്ധിച്ചിട്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും അദ്ദേഹത്തിന് അതിനുവേണ്ടി ഡൽഹി പോലീസ് പരിശോധന ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പരിശോധന അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വ്യാജ ബോംബ് ഭീഷണി എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. തമിഴ്നാട് പോലീസ് ഇപ്പോഴും സ്വാഭാവികമായിട്ട് തമിഴ്നാട് പോലീസ് ഇവിടെയുണ്ട്. നിരീക്ഷണങ്ങൾ തുടരുകയാണ്. ഏതായാലും പോലീസിനായും അതിലെ ബോംബ് സ്ക്വാഡും എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ ബോംബുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു വ്യാജ ഭീഷണിയാണ് ഇതെന്നാണ് ഇപ്പോൾ സംശയം. ഇത് തന്നെയാണ് ഡൽഹി പോലീസ് പറയുന്നതും. ഏതായാലും 9:30 മണിക്ക് ഇമെയിലാണ് റെസിഡന്റ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച മെസ്സേജ് ലഭിക്കുന്നത്. അതിനുശേഷം ഡൽഹി പോലീസ് വിവരം അറിയിക്കുകയും ഡൽഹി പോലീസിന്റെ ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തുകയും ജീവനക്കാരുടെ ഉള്ള റൂമുകളിലുള്ള താമസക്കാരെയും ഒഴിപ്പിക്കുകയും പുറത്തേക്ക് മാറ്റി നിർത്തുകയും റൂമുകൾ വ്യക്തമായി പരിശോധിക്കുകയും ചെയ്തു. ഇപ്പോൾ പരിശോധന അവസാനിച്ചിട്ടുണ്ട്. 11:30 മണിയോടുകൂടി പരിശോധന അവസാനിക്കും. ഒരു റീചെക്ക് എന്നുള്ള റിഹേഴ്സൽ രണ്ടാമത് തുടരുകയാണ്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ പ്രവേശനം കർക്കശമാക്കിയിട്ടുണ്ട് തമിഴ്നാട് ഹൗസിലേക്കുള്ള. അതുപോലെ തന്നെ തമിഴ്നാട് ഹൗസിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ഹൗസിന് നേരെയുള്ളൊരു ഹിന്ദി പ്രശ്നത്തിലും അതുപോലെ തന്നെ ത്രിഭാഷാ പ്രശ്നത്തിലുമുള്ള ഒരു ഹിന്ദി വിരുദ്ധ സമരം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സന്ദേശം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതലായി ഈ ഡൽഹി പോലീസ് കർക്കശത്തോടെ പരിശോധന തുടരുകയാണ്. ഏതായാലും പരിശോധനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹി പോലീസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. എന്നാലും ആരാണ്, എവിടെ നിന്നാണ് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ശരി, ഡൽഹിയിലെ തമിഴ്നാട് ഹൗസിൽ വ്യാജ ബോംബ് ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശരത് ലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.